ഇന്ത്യയിൽ തന്നെ പല ഓപ്ഷൻസ് ഇല്ലേ, കുട്ടികൾ എന്തിനു വിദേശത്ത് പോയി പഠിക്കണം? വെരി ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു ആംഗിൾ കൂടെ തന്നെ നമ്മൾ ഇതിനെ കാണാം. കാരണം നമ്മുടെ നാട്ടിൽ ഇന്ന് കിട്ടുന്ന എഡ്യൂക്കേഷൻ നിലവാരം ലോക നിലവാരത്തിൽ നിന്നും ഏകദേശം 30 വർഷത്തോളം പുറയിലാണ്. അവർക്ക് കിട്ടുന്ന ഫ്യൂച്ചർ കരിയർ പ്രോസ്പെക്ട്സ് ഇന്ത്യയിൽ ഒരാൾ 15 വർഷം കൊണ്ട് ഏൺ ചെയ്യുന്ന അവരുടെ ആ ഒരു ബെനിഫിറ്റ് വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ചും കാനഡ, UK പോലുള്ള രാജ്യങ്ങളിൽ ഇതേ പ്രൊഫഷനിൽ പോകുന്ന ഒരു നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ അവർക്ക് ഏൺ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ലെസ് ടൈം മോർ ബെനിഫിറ്റ്സ് എന്നുള്ളതായി. സാർ US-ലാണല്ലോ പോയി പഠിച്ചത്, സാറിന് എന്ത് ബെനിഫിറ്റ് ആണ് ഉണ്ടായത്? ഞാൻ US-ലും കാനഡയിലും പഠിക്കാൻ പോകുന്നതിന് മുമ്പ് എനിക്കുണ്ടായിരുന്ന ധാരണകളുണ്ടായിരുന്നു. അത് മുഴുവൻ മാറ്റുന്നതായിരുന്നു നേരിട്ട് അവിടെ പോയി ഒരു വിദ്യാഭ്യാസം തുടങ്ങിയ സമയത്തും അല്ലെങ്കിൽ അത് അവിടെ ചെയ്തുകൊണ്ടിരുന്ന സമയത്തും. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കാര്യങ്ങളുമായിട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇൻകമ്പയറബിൾ ആണെന്ന് തന്നെ പറയാം. വിദേശത്ത് പഠിക്കാൻ പോകുമ്പോൾ കുട്ടികൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? കേവലം ഏതെങ്കിലും ഒരു വിദേശ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് പോകുന്നുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ബെനിഫിറ്റ് കിട്ടണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റി, അതിൻ്റെ റാങ്കിങ് എന്താണ്, അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്ന കോഴ്സിന് ശേഷമുള്ള കരിയർ പ്രോസ്പെക്ട്സ് എന്താണ്, നേരത്തെ പഠിച്ചിരുന്ന കുട്ടികളുടെ ഇപ്പോഴത്തെ നിലവാരം അല്ലെങ്കിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ജോബിൻ്റെയും മറ്റും അളവ് എങ്ങനെയാണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വളരെ വിശദമായിട്ട് പഠിച്ച് റിസർച്ച് നടത്തിയിട്ട് വേണം ഒരു വിദേശ വിദ്യാഭ്യാസത്തിനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോലും നമ്മൾ മൂവ് ചെയ്യാൻ. ഈ നാട്ടിൽ ധാരാളം ആളുകൾ വിദേശ വിദ്യാഭ്യാസ കൺസൾട്ടൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ മാത്രം നമ്മൾ കേൾക്കാതെ മറിച്ച് നമ്മൾ എവിടെയാണോ പഠിക്കാൻ പോകുന്നത് ആ സ്ഥലത്തിനുള്ള പ്രത്യേകതകൾ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റി ഏതാണ്, ആ യൂണിവേഴ്സിറ്റിയുടെ സേലിയൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ച് സ്വന്തം നിലയ്ക്കും വളരെ നന്നായിട്ടുള്ള ഒരു പഠനം നടത്തിയിട്ട് വേണം ഇതിലേക്ക് വരാനായിട്ട്. നമുക്ക് വേണ്ട കറക്റ്റ് ഏജൻസി എങ്ങനെ സെലക്ട് ചെയ്യാം? ഫെയർ ഫ്യൂച്ചർ വർക്ക് ചെയ്യുന്നെല്ലാം തന്നെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളുടെ അല്ലെങ്കിൽ പബ്ലിക് യൂണിവേഴ്സിറ്റികളുടെ റെപ്രസെൻറ്റേറ്റീവ് ആണ്. അത് ഡയറക്റ്റ് റെപ്രസെൻറ്റേറ്റീവ് ആണ്. പക്ഷേ പലപ്പോഴും പല ഏജൻസികളും ഡയറക്റ്റ് റെപ്രസെൻറ്റേഷൻ യൂണിവേഴ്സിറ്റീസുമായിട്ട് ഉണ്ടായിരിക്കത്തില്ല. അവർ ഏതെങ്കിലും ഒരു മെയിൻ റെപ്രസെൻറ്റേറ്റീവിൻ്റെ സബ് ഏജൻ്റ് ആയിട്ടും മറ്റും വർക്ക് ചെയ്യുന്നവരായിരിക്കും. പണം ഈടാക്കാതെ വേണം ഈ സർവീസ് കുട്ടികൾക്ക് കൊടുക്കാൻ എന്നുള്ളതാണ് പൊതുവായൊരു മാനദണ്ഡം എല്ലാ യൂണിവേഴ്സിറ്റികളും വെക്കാറുണ്ട്. പിന്നെ ഈ ഏജൻസിക്ക് എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുള്ളതാണോ, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മൾ പഠിച്ച ശേഷം വേണം ഒരു ഏജൻസി ത്രൂ നമ്മളൊരു വിദേശ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ സ്റ്റെപ്പ് പോലും എടുക്കാനായിട്ട്. ഇപ്പോൾ കാനഡയുടെ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പെട്ടെന്നാണ് മാറിയത്. യു ഹാവ് 18 years ഓഫ് എക്സ്പീരിയൻസ്. സാറിൻ്റെ അഭിപ്രായത്തിൽ ഏത് കൺട്രീസ് ആണ് റിലേറ്റീവ്ലി സേഫ് ടു സ്റ്റഡി ഫോർ ദ ലോങ്ങർ ഡ്യൂറേഷൻ? ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മിക്കവാറും എല്ലാ വിദേശ വിദ്യാഭ്യാസത്തിന് പോകുന്ന കുട്ടികളുടെയും അൾട്ടിമേറ്റ് ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ കോഴ്സിന് ശേഷം അവിടെ ആ രാജ്യത്ത് തന്നെ സെറ്റിൽമെൻറ്റും കൂടെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്പർ 1 എന്നിപ്പോഴും നമുക്ക് പറയാൻ പറ്റുന്ന കാനഡ തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ റീസെൻ്റ്ലി കാനഡയെക്കുറിച്ച് ചില അലിഗേഷൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ്റും കനഡിയൻ ഗവൺമെൻറ്റുമായിട്ടുള്ള ചില ഇഷ്യൂസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും തന്നെ ഒരു സ്റ്റുഡൻറ്റ് ഫെറ്റേണിറ്റിയോ അല്ലെങ്കിൽ സ്റ്റുഡൻ്റായിട്ട് അവിടെ പഠിക്കാൻ പോകുന്ന ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റിനോ ഒരു തരത്തിലും അവരുടെ സെറ്റിൽമെൻറ്റിനെയോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ജോബ് പ്രോസ്പെക്റ്റിനെയോ ഇത് എഫക്റ്റ് ചെയ്യില്ല. കാരണം കാനഡ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ രാജ്യമാണ്. പക്ഷേ പോപ്പുലേഷൻ തീരെ കുറവായതുകൊണ്ട് തന്നെ അവർക്ക് ധാരാളം മാൻ പവർ റിക്വയർമെൻറ്റ് ആ രാജ്യത്തേക്ക് വരും വർഷങ്ങളിൽ വേണ്ടി വരും. സാറിൻ്റെ പേഴ്സണൽ വാല്യൂസ് എന്താണ് സാറ് ബ്രാൻഡിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ ഇങ്ങനെയുള്ളൊരു വിദേശ രാജ്യത്തേക്ക് പഠിക്കാൻ പോകുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ കടന്നു പോകുന്ന ധാരാളം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു പാതയിൽ കൂടിയാണ് ഈ പോകുന്നത്. അപ്പോൾ സ്വന്തം നിലയ്ക്കുള്ള അനുഭവങ്ങൾ ഒരുപാട് എനിക്കുള്ളത് തന്നെയാണ്. ഈ ഒരു ഫെയർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങാനും അത് നടത്തിക്കൊണ്ട് പോകുമ്പോഴും ആ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഒരുപാട് ഇതിനകത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൺസേൺസ് എന്തൊക്കെയാണ്, അവരുടെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അവർക്ക് ഏത് തരത്തിൽ ഇത് മൂവ് ചെയ്യണം, അവരുടെ വരുന്ന ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ USP ആയിട്ട് ഇപ്പോഴും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പുറത്ത് പോയി പഠിക്കാൻ. പക്ഷെ അന്നൊക്കെ ഇത്രയും നല്ല ഓപ്ഷൻസോ നമ്മളെ ഗൈഡ് ചെയ്യാൻ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഫെയർ ഫ്യൂച്ചറുടെ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ 18 വർഷമായി അവർ ഈ ഇൻഡസ്ട്രിയിൽ 100,000-ൽ പരം സ്റ്റുഡൻസ് അവരുടെ സർവീസസ് അവെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ പുറത്ത് പോയി പഠിക്കണം എന്ന് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ കൊണ്ടേ നടക്കണ്ട. ജസ്റ്റ് കോൺടാക്ട് ഡീറ്റെയിൽസ് തരാം. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ എ വെരി ബ്രൈറ്റ് ഫ്യൂച്ചർ.